എന്നെ ഇത് ഞാൻ പിടിച്ചു. ഇത് കണ്ടോ, ഒരു രസകരമായ ഒരു സംഭവം നന്നാക്കാനാണ്. ടോയിക്കാം. ഇതിനകത്ത് ഇത് എൻ്റെ റിമോട്ടാണ്. ഇത് ശരിയാക്കി ഞാൻ. ഇത് ബാറ്ററി എല്ലാം പൊട്ടി ഒലിച്ചിട്ടിരിക്കുക. 2 സാധാ ബാറ്ററി അതിനകത്ത് കിടക്കുന്നത്. 1.5 അത് റെഡിയായി. ഇങ്ങനെ തിരിക്കുന്ന സാധനം അതിൻ്റെ ട്രാൻസ്മിറ്റർ. പക്ഷേ ഇതിനകത്ത് ബാറ്ററി മിസ്സിങ് ആണ്. ഇതിനകത്ത് ഒരു 3.7 വോൾട്ട് ബാറ്ററി ആയിരുന്നു കിടന്നിരുന്നത്. എന്നിട്ട് അത് ഊരിക്കൊണ്ടുപോയി ഒരു USB കേബിൾ വഴി ചാർജ് ചെയ്യുന്ന രീതിയിലാണ് ഇവരിത് വെച്ചിരുന്നത്. ഇപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ഞാനൊരു 3.7 വോൾട്ട് ബാറ്ററി എടുത്ത് ഇപ്പം ഞാൻ അതിൻ്റെ വോൾട്ടേജൊക്കെ ഒന്ന് നോക്കാൻ പോവാം. എടുത്തിട്ട് ആ ബാറ്ററി വേറൊരു ബാറ്ററി അവിടെ ഫിറ്റ് ചെയ്തിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ നമ്മുടെ പെൻഡ്രൈവിൽ നിന്ന് ചാർജ് ചെയ്യുന്ന രീതിയിൽ ഒരു സംവിധാനം ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പെൻഡ്രൈവും പോയിട്ട് മൊബൈൽ ചാർജറിൽ നിന്ന് ചാർജ് ചെയ്യാനുള്ള സംവിധാനമാണ് എടുത്തിരിക്കുന്നത്. C ടൈപ്പ് തന്നെ നമുക്കിവിടെ ഉള്ളത് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുകയാണ്. ഇത് കണ്ടോ, C ടൈപ്പ് മോഡുലർ സിംഗിൾ ബാറ്ററിയുടെ 3.7. ഇത് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആകുമ്പോൾ കട്ട് ഓഫ് എല്ലാം ആയിക്കോളും. അപ്പോൾ ലിഥിയം ബാറ്ററിയാണ് 3.7, 1000 mAh ഉണ്ട്. ഈ ലിഥിയം ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ അതിന് BMS ഇല്ലാതെ, അതായത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ BMS ആണ്. ഇത് BMS ആണ്. ഈ BMS ഇല്ലാതെ ഒരു കാരണവശാലും ലിഥിയം ബാറ്ററി കൊടുക്കാനോ ഉപയോഗിക്കാനോ പാടില്ല. ആ കത്തി ഇങ്ങനെയൊക്കെ ഒന്ന് പോസ് ചെയ്തിട്ടോ. അത് വണ്ണം കുറഞ്ഞ ബ്ലാക്കാണ് അവിടെ പുറകെ ഇരിക്കുന്നത്. നിർത്തണ്ട, ഇതെല്ലാം വീഡിയോ എടുത്തോ. എടുത്തോ. എടുത്തോ, പോസ്റ്റ് ചെയ്തോ, എടുത്തോ. ഇതിപ്പോൾ ഇവിടെ ഒരു പിന്ന് സിസ്റ്റമൊക്കെ ആയിരുന്നു. പിന്ന് സിസ്റ്റമൊക്കെ മാറ്റി. ഇതുണ്ടോ, ഇച്ചിരി ലഡ്ഡു കൊടുത്താൽ ലഡ്ഡു. ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടേ. പോസിറ്റീവിലോട്ട് കൊണ്ടുപോയി ഞാനിത് കൊടുക്കുക. എന്നാണേലും അത് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ സോക്കറ്റ് അവിടെ ഇരുന്നോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഇനി നാളെ ആ ബാറ്ററി കാണാതെ പോയ ബാറ്ററി കിട്ടുമെല്ലാം ചെയ്യുവാണെങ്കിൽ ആ സോൾഡറിങ് അങ്ങ് അഴിച്ചു മാറ്റിയാൽ ഉപയോഗിക്കാമല്ലോ. നമ്മളെപ്പോഴും ഒരു സാധനം ചെയ്യുമ്പോൾ നശിപ്പിച്ച് കളയാതെ പ്ലാൻ ചെയ്തതാണ്. ഇനി അടുത്ത് നെഗറ്റീവ്. ഇതൊരു ഗേജിങ് കുറഞ്ഞ ഒരുവിധം നല്ല കോപ്പറുള്ള സൂപ്പറാണ്. നമുക്ക് ഈ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാനത് പുതിയത് എടുത്തതാണ്, വയർ കൊണ്ടുവന്നതാണ്. മറ്റേ നമുക്കിവിടെ കിടക്കുന്നൊക്കെ ഇച്ചിരി ഗേജുള്ള വയറാണ്. അപ്പം നെഗറ്റീവ്, പോസിറ്റീവ്. ഇനി നമ്മുടെ ബാറ്ററിക്ക് വോൾട്ടേജ് എത്രയുണ്ടെന്ന് നമുക്കറിയണം. ബാറ്ററിയുടെ വോൾട്ടേജ് നമ്മൾ എടുക്കുവാണ്. ഇവിടെ നോക്കി, ബാറ്ററി വോൾട്ടേജ് 3.2 വോൾട്ട് വരെ ഉള്ളൂ. അപ്പോൾ ചാർജിങ് ആവശ്യമാണ് 3.2 വോൾട്ട്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ചെറിയൊരു അനക്കം ബാറ്ററിക്ക് വെക്കാം. ഒന്ന് സോൾഡർ ചെയ്ത് നോക്കാം. വണ്ടി ഓടുക അനങ്ങുമെല്ലാം ചെയ്യുന്നതാണോ എന്ന്. ഈ വണ്ടി ഓടിയാലേ ഈ ചെയ്യുന്ന പണിയെല്ലാം വെറുതെ ആവുമല്ലോ. അതുകൊണ്ട് വലിയൊരു വണ്ടി ആൾ കയറിയിരുന്ന് ഓടുന്ന ഒരു വണ്ടി നന്നാക്കാൻ കൊണ്ടുവന്ന് അപ്പുറം ഇട്ടിട്ടുണ്ട് കേട്ടോ. രസമുണ്ട്. നേരത്തെ ഞാനൊരെണ്ണം നന്നാക്കിയതാണ്. പിള്ളേർ കയറിയിരുന്ന് ഓടിക്കുന്ന ഇലക്ട്രിക് കാറ്. അത് അവർ കണ്ടിട്ട് വേറെ പാർട്ടി കൊണ്ടുവന്ന രസമുള്ള, നമുക്ക് ടൈമുള്ളതൊക്കെ ഇപ്പോൾ നന്നാക്കാം. നല്ല രസമുണ്ടാവും വണ്ടി. ആരും നന്നാക്കിയാലാത്ത കൊണ്ട് എന്നെ കൊണ്ട് ഏൽപ്പിച്ചിരിക്കുക. എനിക്കതൊക്കെ ഒരു രസമാണ്. അപ്പം ഞാനിത് പോസിറ്റീവ് നെഗറ്റീവ് ഈ ബാറ്ററിയുടെ ഇത് കൊടുക്കുവാണ്.
ഓടുമെന്നറിയാം. നീ ഓണാക്കി നോക്കിയാൽ അറിയാം. ഓൺ. ആ വർക്കിംഗ്. ഇതണ്ട വർക്കിംഗ് ആണ് മക്കളെ, വർക്കിംഗ് ആണ്. അപ്പോൾ നമുക്കത് കണക്ഷനിലേക്ക് പോവാം. വർക്കിംഗ് ആയ സ്ഥിതിക്ക് നമുക്ക് കണക്ഷനുകൾ കൊടുക്കാം. നമ്മളിവിടെ എടുത്ത് വെച്ച ബോർഡ് ബോർഡിൽ പോയി എന്ത് ചെയ്യട്ടെ. ലെൻസ്. അപ്പോൾ ഈ ബോർഡിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ബാറ്ററി മൈനസ്, ബാറ്ററി പ്ലസ്. അപ്പം ബാറ്ററി മൈനസ്, ബാറ്ററി പ്ലസ്, ഔട്ട് പ്ലസ്. അപ്പം ഈ കൊടുത്ത സംഭവം പറ്റിയല്ല. നമുക്ക് ഈ ബോർഡിലോട്ടാണ് വേണം നമുക്ക് സംഭവം ചെയ്യാനുള്ളത്. അപ്പോൾ ബോർഡിലോട്ട് നമ്മൾ ബാറ്ററിയുടെ സിസ്റ്റം ബോർഡിലോട്ട് ബാറ്ററിയാൽ വേറെ വയർ എടുത്തിട്ടിടണം. ഇപ്പോൾ ഇത് ബോർഡിലോട്ടുള്ള വയർ ഇപ്പോൾ ഇടാൻ പോകാം. ബോർഡിലോട്ട് ഇത് കണ്ടോ നിങ്ങൾ, ഇത് ശ്രദ്ധിച്ചാൽ മതി. ഇതിന് 4 കണക്ഷനാണുള്ളത്. ഒന്ന് ഔട്ട് മൈനസ്, ഔട്ട് പ്ലസ്. അപ്പോൾ ഔട്ട് പ്ലസ്സിൽ കൊണ്ടുവന്ന് ഇത് സോൾഡർ ചെയ്യണം. മണ്ടേന്ന് സോൾഡർ ചെയ്താലും മതി. അപ്പം എളുപ്പമുണ്ട്. ഔട്ട് പ്ലസ്സിൽ അത് സോൾഡർ ചെയ്യണം. ഔട്ട് പ്ലസ്സിൽ സോൾഡർ ചെയ്തു. നല്ല ക്ലോസ് ആയിട്ട് എടുക്കുന്നുണ്ടല്ലോ അല്ലേ, ആൾക്കാർക്ക് മനസ്സിലാകുന്ന പോലെ. ചേട്ടൻ എടുക്കാൻ തുടങ്ങിയ പിന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല, അറ്റവും മുറിയില്ല, വാലും അന്തോ ഇല്ലെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദോഷം മാറ്റണം. ഞാനതെല്ലാം കേൾക്കുന്നത്. മുഖം കിട്ടിയില്ലേലും ഇത് കിട്ടിയാൽ, മുഖം ഇടയ്ക്കൊക്കെ ഒന്ന് കിട്ടിയാലും മതി. എപ്പോഴും മുഖം കൂട്ടി വേണമെന്നില്ല, മനസ്സിലായില്ലേ. ഞാനാണിത് ചെയ്യുന്നതെന്നൊന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രം. കാരണം നമ്മളെ തിരിച്ചറിഞ്ഞാലേ ആൾക്കാർ നമ്മുടെ വീഡിയോ കാണത്തുള്ളൂ. അപ്പോൾ ഈ സോൾവ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഇതായിട്ട് അറിയണം. ഇത് ചെയ്യാൻ അറിയാവുന്നവരുമുണ്ട്, അറിയത്തില്ലാത്തവരുമുണ്ട്, മനസ്സിലായില്ലേ. അറിയത്തില്ലാത്ത ഒരാളെ സംബന്ധിച്ച് അവർക്കിത് കാണുമ്പോൾ നമ്മൾ മുഴുവൻ കാണിച്ചു കൊടുത്തില്ല, അവർക്ക് മനസ്സിലാവില്ല. അപ്പം നമുക്ക് അടുത്ത ബാറ്ററിയുടെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാറ്ററിക്ക് വേണ്ടി ഞാൻ വയർ എടുക്കുവാണ്. ഇത് ബാറ്ററിക്ക് വയറെടുത്തു. ഇത് പോസിറ്റീവ് എടുത്തു. ഇത് നമ്മൾ നെഗറ്റീവ് എവിടെ, നമ്മുടെ ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ നെഗറ്റീവ് എടുത്തു. പുതിയ വയർ ഞാൻ മേടിച്ചതാണ്. ഈ വയറിൻ്റെ ഒരു പഞ്ഞം വരില്ല, മറ്റേ ഇവിടെ ഇരിക്കുന്നതിനെല്ലാം ഭയങ്കര വണ്ണമാണ്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ കേസുകളിൽ കൊടുക്കുമ്പോൾ അത് ഭയങ്കര. പിന്നെ നമ്മളൊരു പച്ചവയറാണ് ഇവിടെ എടുത്ത് കൊടുത്തത്. അതിന് വരെ നിങ്ങൾ എന്നെ കളിയാക്കി, ഒരു വയറിൽ നിന്ന് പോസിറ്റീവ് നെഗറ്റീവ് ഒരേ കളർ കൊടുത്തെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ഞാൻ കൊടുക്കുന്നില്ല. അറിയാവുന്നവർക്ക് ഒന്ന് നോക്കി അറിയിക്കാൻ, കളർ നോക്കിയല്ലോ ആരും ഒന്നും ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ നെഗറ്റീവിനെടുത്തു. മഞ്ഞ നമ്മൾ നെഗറ്റീവാക്കി, ബാറ്ററിയുടെ നെഗറ്റീവാക്കി മഞ്ഞ സോൾഡർ ചെയ്തു. നല്ലപോലെ സോൾഡർ ചെയ്തു. അതുകൊണ്ട് നമ്മൾ ബാറ്ററി ബി നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഉണ്ട്, അവിടെ നമ്മൾ സോൾഡർ ചെയ്യണം. ബി നെഗറ്റീവ്. വയറെല്ലാം ഒരു സൈഡിൽ നിന്ന് വെക്കുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ തന്നെ അങ്ങ് വെക്കുക. ബാറ്ററി നെഗറ്റീവ്. ബാറ്ററി നെഗറ്റീവ് കൊടുത്തു. ഇനി നമുക്ക് പോസിറ്റീവ് കൊടുക്കണം. ബാറ്ററി പോസിറ്റീവ്.
ബാറ്ററി പോസിറ്റീവ് കൊടുക്കണം നമ്മൾ. അതും അതിൻ്റെ അടുത്ത് തന്നെയാണ്. പക്ഷേ രണ്ടും സർക്യൂട്ടിൽ കയറി ഇറങ്ങിയാണ് വരുന്നത്, അല്ല പാരലൊന്നും അല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചേക്കല്ലോ. ഒരെണ്ണം പാരലാണെന്ന് തോന്നുന്നു, മറ്റേ സർക്യൂട്ടിൽ കൂടെ കയറി ഇറങ്ങിയാണ് വരുന്നത്. ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയത്ത് കട്ടാകുകയും മറ്റേ സമയത്ത് തീരെ ഫുള്ളായിട്ട് ബാറ്ററി ഇറങ്ങിപ്പോകാതെ ബാറ്ററി പിടിച്ചു നിർത്തുകയും ചെയ്യുന്നത് ഈ BMS ആണ്. BMS വളരെ അത്യാവശ്യമാണ് ഈ ലിഥിയം ബാറ്ററിക്ക്. ലിഥിയം ബാറ്ററിയുടെ ലൈഫ് തന്നെ BMSനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. BMS പോയാലും ബാറ്ററി പോകുകയില്ല, അങ്ങനെയാണ് അതിൻ്റെ ഒരു സംവിധാനം. ഞാനിവിടെ ഒരു സോളാറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 20 ആംപിയർ സോളാറിൽ നേരെ ചാർജ് ചെയ്ത് രാത്രിയാകുമ്പോൾ തന്നെ കത്തുന്ന സംവിധാനം. അത് എന്തോ ഇടിപറ്റി എന്തോ പ്രശ്നം വന്ന് BMS പോയി. പക്ഷെ ബാറ്ററിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല, വരികയില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. BMS മാറ്റിയിട്ട് ഒരു വിഷയമില്ല, കുറേ വർഷങ്ങളായതാണ്. ആദ്യം ഞാൻ ചെയ്ത ഒരു ബാറ്ററി, ആദ്യകാലത്ത് ഞാനതിൻ്റെ സോണി ന്യൂടിപ്സ് മലയാളത്തിൽ ആ ബാറ്ററി മാനുഫാക്ചറിങ് ഇട്ടിട്ടുണ്ട്. അത് ഭയങ്കര ഹിറ്റായൊരു വൈറലായൊരു വീഡിയോ. കണ്ടിട്ടില്ലാത്തവരൊന്ന് കയറി കണ്ടു നോക്കുക. 40 ആംപിയർ 12 വോൾട്ട് 40 ആംപിയർ ബാറ്ററി മേക്കിംഗ് ആണത്. ലിഥിയം ബാറ്ററി നിങ്ങൾക്കും കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാം എന്നാണ് അതിൻ്റെ ഹെഡിങ്. അപ്പോൾ ഇത് ഓണായി, ഞാൻ കണക്ട് ചെയ്ത് വെച്ചു. ഇനിയിപ്പം ഓക്കെയാണ്, ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, എന്നാലും കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം നമ്മുടെ ഗ്ലൂ ഗൺ ഇട്ടിരിക്കുമല്ലേട്ടാ. അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യേണ്ടത്, ഈ സാധനം എവിടെയെങ്കിലും ഒരു തുളയിട്ട് ഇങ്ങോട്ട് പിടിപ്പിക്കണം. എന്തിനാണെന്നറിയാമല്ലോ, ചാർജ് ചെയ്യാം. അപ്പം ഈ സൈഡാട്ടെ, ഇതാകുമ്പോൾ ഇത് നമുക്കിവിടെ ഫിറ്റ് ചെയ്യാൻ പറ്റും. ഈസിയായിട്ട് ചെയ്യാവുന്ന പരിപാടി ഇതാണ്. ഒരു സിക്ക് അധികം മാത്രം വലിയ തുളയൊന്നും വേണ്ടല്ലോ. ഒരു അയണിങ്ങനെ വെച്ച് ഒന്ന് സെറ്റാക്കിയാൽ സി നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കട്ടറും ഒക്കെ എടുക്കാൻ പോയാൽ ഒത്തിരി നേരത്തെ സമയവും പോവും. അതിനുള്ള വർക്കൊന്നും ഇല്ലതാനും, ഇതറിയാമല്ലോ. നിസ്സാരമായിട്ടൊരു സിയുടെ ഒരു പോർട്ട് പുറത്തേക്ക് ഇറക്കിയാൽ മതി. ആ ബോർഡയിൽ അവിടെ ഇരിച്ചിട്ട് പശയിട്ട് കഴിഞ്ഞാൽ അവിടെ അനങ്ങാതിരുന്നോളൂ. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ സംഭവം. മൊത്തം ഇത് സെറ്റാകുന്നതിന് മുമ്പ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ മതി. അപ്പോൾ അവിടെ ഇരുന്നോളൂ. അപ്പോൾ ഇതാണ്ട് സി പോർട്ട് ഇവിടെ വന്നു. സിയുടെ ഒരു വയറുണ്ട് കേട്ടോ, ഇവിടെ കിടപ്പുണ്ടോ നോക്കി. സി ഉണ്ടോ? സീയുടെ ഒരു സീയുടെ ഇവിടെ നമ്മൾ സി പോർട്ട് കുത്താനുള്ള ഇതും ചെയ്തു. സി പോർട്ട് ഒരു അവിടെ USB ഇതുണ്ട്, അതിഞ്ഞെടുത്ത് എനിക്ക് ചാർജർ ഇഞ്ഞെടുത്ത്. ഇത് ചാർജർ വെള്ളം എവിടെ എങ്ങോട്ട് കിടപ്പുണ്ടല്ലോ. അതെ എന്നാണേലും കണ്ണിന് നേരെ കൊണ്ടുവരില്ല. സോറി ഒന്നും വേണ്ട കാര്യമില്ല. കണ്ണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് കൊടുക്കാൻ പറ്റും. ഇനി അഥവാ ഇനി ചേട്ടൻ്റെ കണ്ണ് എടുത്തേക്കാന്ന് വെച്ചാലും അതെ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ശ്രദ്ധക്കുറവ് കണ്ണ് പശയൊക്കെ ഇട്ട് വിട്ടുവാണ് എൻ്റെ സബ്സ്ക്രൈബർ ലൈക്ക് വണ്ടിയുടെ ആൾ. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇത്രയും വർക്ക് പണിയാനിരിക്കുന്ന ഈ മനുഷ്യൻ എന്തിനീ ടോയ് കാറൊക്കെ
ഈ മുക്കാൽ ചക്രത്തിൻ്റെ ടോയ് കാറൊക്കെ നന്നാക്കുമെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്നിലൊരു കുട്ടി ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു കുട്ടി സോണി ഉണ്ട് എൻ്റെ ഉള്ളിൽ. ആ കുട്ടി സോണിക്ക് ഈ കുട്ടി വണ്ടിയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആ കുട്ടിത്തം മാറാത്ത കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ പെൺഡ്രൈവ് കുത്തിയാൽ മതി. ലൈറ്റൊന്നും പുറത്തേക്ക് കാണത്തില്ല. എൻ്റെ ലൈറ്റൊക്കെ ഉണ്ട്, സൈഡിൽ കൂടെ കാണാതുണ്ടോ, ചുമൽ ലൈറ്റ് കത്തി നിൽക്കുന്നുണ്ടോ, ഉണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ ചുമല കത്തി നിൽക്കുന്നത് കാണാം. അത് ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ പച്ചയാവും. എൻ്റെ ഈ സൈഡ് നോക്കിയാൽ കാണാം ഒരു ചുമല ലൈറ്റ് കത്തി നിൽക്കുന്നത്. ഇതിപ്പോൾ അവിടെ ഇരുന്ന് ചാർജ് ആകട്ടെ, ആ സാധനമൊക്കെ സെറ്റാകട്ടെ, നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് കാണിച്ചല്ലോ. താണ്ട വെച്ചിരിക്കുന്നു, ഓടിക്കും. ഇത് കണ്ടോ, ഇവിടെ വണ്ടി തിരിക്കാം, കണ്ടാ, അങ്ങോട്ട് തിരിച്ച് കണ്ടോ, തിരി അടിപൊളി. ഓക്കെ, കാരണം ഇതൊക്കെ ഇപ്പോൾ പൊങ്ങിയാൽ ഒക്കെയല്ല, കാരണം ഇതെല്ലാം ഞാൻ പശയിട്ട് വെച്ചിരിക്കുക. അവിടെ കുട്ടപ്പനായിക്കോട്ടെ, അങ്ങനെ ഇരുന്നോട്ടെ. അതിൻ്റെ ഒരു എന്തെങ്കിലും സാധനം തന്നെ, ഒരു സ്കൂട്ടർ എറിഞ്ഞൊന്ന് ഇവിടെ ഇത് തമ്മിൽ മുട്ടിയാൽ ഒക്കെയല്ല. ഇവിടെ അതിൻ്റെ ആ ഫങ്ഷൻ അങ്ങനെയാണ്, മുട്ടാനൊക്കത്തില്ല. തൂത്ത് കളഞ്ഞു. ഓക്കെ, ഈ അനങ്ങാതെ അപ്പുറം കൊണ്ട് ചാർജിന് വെച്ചത് കേട്ടോ. വെറൈറ്റി ജീപ്പാണ്, വെറൈറ്റി ജീപ്പ്, അടിപൊളി ജീപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടല്ലോ. ഇനിയിപ്പം കൊച്ചു പിള്ളേരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഇത് അയച്ചേരെ, ശരിയാക്കി തരാം. നിങ്ങളെയൊക്കെ നമ്മൾ വിടുന്നില്ല. ഇങ്ങനെ വല്ലതൊക്കെ കേടായിട്ടിരിപ്പുണ്ട്, പപ്പ നന്നാക്കി തരിക, അല്ലെങ്കിൽ അയച്ചേരെ, നമുക്ക് ശരിയാക്കിയേക്കാം. അങ്ങനെ താണ്ട് ജീപ്പുമായിട്ട് നിൽക്കുന്നു. ഒരു ഫോട്ടോ എടുത്തോ. ജീപ്പുമായി നിൽക്കുന്ന ഞാൻ കറങ്ങണോ? ആഹാ കാണോ ജീപ്പ്? ഓക്കെ, നമ്മുടെ സോണിക്കൊച്ച് ഇവിടെ കാറ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലത്തോടെ വിട്ട് റിമോട്ട് കൺട്രോളർ കളിക്കുന്നു. എന്നെ വന്നിരിക്കുന്നു. ഉണ്ടോ, ഒരു കുട്ടിത്തം മാറാത്ത കൊച്ചിരിക്കുന്നുണ്ടോ? ഇതാണ് സോണിമോൻ. 5 വയസ്സുള്ള 10 വയസ്സുള്ള സോണിമോനാണിത്. സർവീസിൻ്റെ ടെൻഷനിടയ്ക്ക് ഒരല്പം വിനോദം കണ്ടോ, ആ മുഖത്തെ സന്തോഷവും ഹാപ്പിയൊക്കെ കണ്ടല്ലോ. കാറ് വരൂ, കാർ ഇങ്ങോട്ട് വരട്ടെ. ഇനി എടുത്തോ, മതി. ടോയ് കാർ ജപ്പാർ 4x4. ടാങ് ടാങ്. ഒന്ന്, 2, 3, 4, 5, 6, 7 ടയർ. തിരിയുന്നു. ഓടിക്കട്ടെ. ഓക്കെ, സ്പീഡായി.